നമസ്കാരം. കേരള വിഷൻ ഇടുക്കിനെറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ന്യൂസ് ഹെഡ്ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തു. കൊച്ചി ത്രേസ്യ പൗലോസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, മാത്യു ജോൺ വൈസ് പ്രസിഡന്റ്. കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വാണിജ്യനീതി വകുപ്പിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാനമൊട്ടാകെയുള്ള പരിശോധനയുടെ ഭാഗമായി വൻ പോലീസ് സന്നാഹത്തോടെയാണ് പരിശോധന നടത്തിയത്. ഹർത്താലുകൾക്കെതിരെ വിദ്യാർത്ഥികൾ. ഹർത്താലിനോടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനുകളിലെത്തി അഭിപ്രായങ്ങൾ ഇവർ എഴുതി നൽകും. കുമളിയിൽ തുടർച്ചയായി നടന്നുവന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. കുമളി ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നുമാണ് കുമളി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വിശദമായ വാർത്തകളിലേക്ക്. ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഇന്ന് തെരഞ്ഞെടുത്തു. കൊച്ചി ത്രേസ്യ പൗലോസാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. രാജാക്കാട് ഡിവിഷനിൽ നിന്നാണ് കൊച്ചി ത്രേസ്യ പൗലോസ് വിജയിച്ചത്. മാത്യു ജോണാണ് വൈസ് പ്രസിഡന്റ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ 11ാമത്തെ പ്രസിഡന്റായി കൊച്ചി ത്രേസ്യ പൗലോസ് സത്യപ്രതിജ്ഞ ചെയ്തു. രാജാക്കാട് ഡിവിഷനിൽ നിന്നാണ് കൊച്ചി ത്രേസ്യ പൗലോസ് വിജയിച്ചെത്തിയത്. 16 ഡിവിഷനുകളിൽ 10 സീറ്റ് നേടിയാണ് ജില്ലാ പഞ്ചായത്തിൽ UDF അധികാരത്തിലെത്തിയത്. കരിങ്കുന്നം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മാത്യു ജോണാണ് വൈസ് പ്രസിഡന്റ്. 13 ഡിവിഷനുകൾ ഉൾപ്പെടുന്ന ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ 8 സീറ്റുകൾ നേടി UDFന്റെ ആഗസ്തി അഴകത്താണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായത്. ജില്ലാ ആസ്ഥാന മേഖല ഉൾപ്പെടുന്ന വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ 14ൽ 10 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ ആൻസി തോമസ് ആണ് പ്രസിഡന്റായത്. 18ൽ 10 സീറ്റ് നേടിയ കോൺഗ്രസിന്റെ സിന്ധു ജയനാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. 13ൽ 7 സീറ്റുകൾ നേടി ജില്ലാ ആസ്ഥാന മേഖലയിൽ മരിയാപുരത്തു മാത്രമാണ് LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത്. 7ൽ 5 സീറ്റുകൾ നേടി ഭൂരിപക്ഷം തെളിയിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഡോളി ജോയിയാണ് ഇവിടുത്തെ പ്രസിഡന്റ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഉത്തരവാദിത്വ ബോധവും സത്യസന്ധതയും ഉണ്ടായിരിക്കണമെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ പൗലോസ്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം സ്വീകരണങ്ങൾക്ക് നന്ദി പറയുകയായിരുന്നു അവർ. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലും ഊർജ്ജ മേഖലയിലും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. ഇടുക്കി ജില്ല വികസനത്തിൽ പിന്നിലാണെന്നും കൂട്ടായ പരിശ്രമത്തിലൂടെ അതിനെ നമുക്ക് മറികടക്കാനാവുമെന്നും പുതിയ പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ പൗലോസ് പറഞ്ഞു. ജനപ്രതിനിധികൾക്ക് ഒരു ഉത്തരവാദിത്വ ബോധവും ഒരു അച്ചടക്കവും ഒരു സത്യസന്ധതയൊക്കെ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങൾ. നമ്മളിത് നോക്കിയാൽ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് വന്നിട്ടില്ല, ആരോഗ്യ രംഗത്ത് മുന്നോട്ട് വന്നിട്ടില്ല, കാർഷിക രംഗത്ത് മുന്നോട്ട് വന്നിട്ടില്ല, ടൂറിസം രംഗത്ത് മുന്നോട്ട് വന്നിട്ടില്ല. അതിനെല്ലാം നമ്മൾ ഒരു കർക്കശബുദ്ധിയോടെ ജോലി ചെയ്ത് നമ്മുടെ നാടിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും മികവഴിഞ്ഞ സഹായം ലഭിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ഗ്രാമങ്ങളാണ് സിംഹഭാഗവും. അത്തരം പ്രദേശങ്ങളുടെ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് ചുക്കാൻ പിടിക്കണമെന്ന് ജില്ലാ വരണാധികാരിയായ കളക്ടർ വി രതീശൻ ഓർമ്മിപ്പിച്ചു. വികസന കാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലുമുള്ള പങ്കിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളാണ് ജില്ലയിലെ സിംഹഭാഗം. 2 മുനിസിപ്പാലിറ്റികൾ ചെറുപ്രദേശങ്ങൾ മാത്രം. ബാക്കിയുള്ള പ്രദേശങ്ങളുടെ മുഴുവൻ പ്രവർത്തന കേന്ദ്രവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ വികസനത്തിന് ചുക്കാൻ പിടിക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ഭരണകൂടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് പ്രതിപക്ഷ അംഗമായ നോബിൾ ജോസഫും പറഞ്ഞു. റോഷി അഗസ്റ്റിൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MD തോമസ്, EM ആഗസ്തി ex-MLA, വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ, ഇബ്രാഹിംകുട്ടി കല്ലാർ, പ്രൊഫസർ MJ ജേക്കബ് തുടങ്ങിയ പ്രമുഖരും പുതിയ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ സാലി ജോളി തെരഞ്ഞെടുക്കപ്പെട്ടു. GGK ഫിലിപ്പാണ് വൈസ് പ്രസിഡന്റ്. ഇരുവർക്കും 7 വോട്ടുകൾ വീതം ലഭിച്ചു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ പുതിയ പ്രസിഡന്റിനെ അനുമോദിക്കാൻ ആദ്യമെത്തിയത് മുൻ പ്രസിഡന്റ് തോമസ് രാജനാണ്. മൊത്തം 13 മെമ്പർമാരുള്ള കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് 7 മെമ്പർമാരും UDFന് 6 മെമ്പർമാരുമാണുള്ളത്. കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ, വണ്ടൻമേട്, ഇരട്ടയാർ, ചക്കുവള്ളം എന്നീ ഗ്രാമപഞ്ചായത്തുകളാണ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്നത്. ഇന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFലെ കൽത്തൊട്ടി ഡിവിഷനിൽ നിന്നുമുള്ള സാലി ജോളിയും UDFലെ ഇരട്ടയാർ ഡിവിഷനിൽ നിന്നുമുള്ള ജോത്സന ജോബിയുമായിരുന്നു മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ LDFലെ സാലി ജോളി 7 വോട്ടുകൾ നേടി പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. UDFലെ ജോത്സന ജോബിക്ക് 6 വോട്ടുകളാണ് ലഭിച്ചത്. പുതിയ പ്രസിഡന്റിന് റിട്ടേണിംഗ് ഓഫീസറായ LA ഡെപ്യൂട്ടി തഹസിൽദാർ സഞ്ജയൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാലി ജോളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട്
യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് വരുന്ന 5 വർഷക്കാലം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന 6 പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമവും സുതാര്യവും നീതിപൂർവവുമായ പ്രവർത്തനം നടത്തുവാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്ന് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി പറഞ്ഞു. തീർച്ചയായും ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ 5 വർഷക്കാലം നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന 6 പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള ഭരണം നടത്തുവാനും അഴിമതിരഹിതവും സുതാര്യവും അതുപോലെ തന്നെ നീതിപൂർവമായ ഒരു ഭരണം നടത്തുവാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മെമ്പർമാരുടെയും പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുമോദിക്കാൻ ആദ്യമെത്തിയത് പഴയ ബ്ലോക്ക് പ്രസിഡന്റായ തോമസ് രാജനായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF-ലെ ആനവിലാസം ഡിവിഷനിൽ നിന്നുള്ള രാജേന്ദ്രൻ മാരിയിലും LDF-ലെ ചക്കുപള്ളം ഡിവിഷനിൽ നിന്നുമുള്ള GGK ഫിലിപ്പുമാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ 7 വോട്ടുകൾ നേടി LDF-ലെ GGK ഫിലിപ്പ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. UDF-ലെ രാജേന്ദ്രൻ മാരിയിലിന് 6 വോട്ടുകൾ ലഭിച്ചു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റിന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട GGK ഫിലിപ്പ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. കട്ടപ്പന ബ്ലോക്കിലെ എല്ലാ ജനങ്ങളുടെയും സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും അതിന് നേതൃത്വം നൽകാൻ കഴിയുന്ന നല്ല ഒരു ഭരണസമിതിയാണ് ഇപ്പോഴത്തേതെന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റ് GGK ഫിലിപ്പ് പറഞ്ഞു. ഈ കട്ടപ്പന ബ്ലോക്കിലെ മുഴുവൻ ജനങ്ങളുടെയും സമഗ്രമായ ഒരു വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അതിന് തികഞ്ഞ സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്വബോധത്തോടെ അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ഇവിടെ ഇന്നുള്ളതെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. അതിന് മറ്റ് വികസനത്തിൻ്റെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയമോ വർണ്ണമോ ഒന്നും കലർത്താതെ ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ തരത്തിൽ ഏറ്റവും സ്പീഡിൽ വികസനം സാധ്യമാക്കി കൊടുക്കാവുന്ന ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ മുന്നണികളിൽ നിന്നുമുള്ള പ്രവർത്തകരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിനെ ഇനി ശ്രീമന്ദിരം ശശികുമാർ നയിക്കും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 3-നെതിരെ 9 വോട്ടുകൾക്കാണ് ഇദ്ദേഹം വിജയിച്ചത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി S ജ്ഞാനസുന്ദരവും തിരഞ്ഞെടുക്കപ്പെട്ടു. പൊന്നാമലയിൽ നിന്ന് വിജയിച്ച തോമസ് തെക്കേൽ തൂക്കുപാലം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ശ്രീമന്ദിരം ശശികുമാറിന്റെ പേര് നിർദ്ദേശിക്കുകയും രാജാക്കാട് ഡിവിഷനിൽ നിന്ന് വിജയിച്ച റെജി പനച്ചിക്കേൽ പിന്താങ്ങുകയും ചെയ്തു. തുടർന്ന് നടന്ന രഹസ്യ ബാലറ്റിൽ 9 UDF അംഗങ്ങൾ ശ്രീമന്ദിരം ശശികുമാറിന് അനുകൂലമായി വോട്ട് ചെയ്തു. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശശികുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ചെയ്തു. 13 ഡിവിഷനുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ UDF 9, LDF 4 എന്നതാണ് കക്ഷിനില. തെരഞ്ഞെടുപ്പിൽ നിന്ന് രാമക്കൽമേട്ടിൽ നിന്ന് വിജയിച്ച CPIM-ലെ അഡ്വക്കേറ്റ് ഗോപകൃഷ്ണൻ വിട്ടുനിന്നു. വൈസ് പ്രസിഡന്റായി രാജകുമാരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഷേർലി വിൽസനെയും തെരഞ്ഞെടുത്തു. ആദ്യ 2.5 വർഷത്തേക്കാണ് വൈസ് പ്രസിഡന്റിനെ നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്നുള്ള കാലം ആര് പദവി വഹിക്കുമെന്ന് പിന്നീട് നിശ്ചയിക്കാനും മുന്നണി യോഗത്തിൽ ധാരണയായി. വിമതരും ഒപ്പം നിന്നതോടെ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ 5-നെതിരെ 17 വോട്ടുകളുമായി S ജ്ഞാനസുന്ദരം പ്രസിഡന്റ്.
പ്രസിഡന്റായി. 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDF 13, LDF 5, സ്വതന്ത്രർ 4 എന്നതാണ് കക്ഷിനില. തെരഞ്ഞെടുപ്പിൽ UDF വിമതരായി മത്സരിച്ചവരും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നണിക്കൊപ്പം നിൽക്കുകയായിരുന്നു. LDF-നായി 6ാം വാർഡിൽ നിന്നും വിജയിച്ച അജീഷ് മുതുകുന്നേലിന്റെ പേരാണ് നിർദ്ദേശിക്കപ്പെട്ടത്. വൈസ് പ്രസിഡന്റായി 22ാം വാർഡിൽ നിന്നും വിജയിച്ച കേരള കോൺഗ്രസിലെ റാണി തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. LDF-ലെ മാത്യു ജോർജാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. വിജയകുമാരി ജയകുമാർ വൈസ് പ്രസിഡന്റും. LDF 12, UDF 4 എന്നിങ്ങനെയാണ് ഇവിടുത്തെ കക്ഷിനില. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF-നെ പ്രതിനിധീകരിച്ച് മാത്യു ജോർജും UDF-നെ പ്രതിനിധീകരിച്ച് സാവിയോ പള്ളിപ്പറമ്പിലുമായിരുന്നു മത്സരിച്ചത്. തെരഞ്ഞെടുപ്പിൽ 16-ൽ 12 വോട്ടുകൾ നേടി LDF-ലെ മാത്യു ജോർജ് പ്രസിഡന്റ് പദവിയിലെത്തിയപ്പോൾ UDF-ന് 4 വോട്ടുകളാണ് ലഭിച്ചത്. കഴിഞ്ഞ തവണ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം UDF-ന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ തിരിച്ചടിയാണ് നേരിട്ടത്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജിന് വരണാധികാരിയായ കട്ടപ്പന മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി P. ഐസക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മാത്യു ജോർജ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് പദവി ലഭിച്ചതിന്റെ ആഹ്ലാദ സൂചകമായി LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും നടത്തി. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ലെ വിജയകുമാരി ജയകുമാറും UDF-ലെ ലിസി പൂമറ്റവുമാണ് മത്സരിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്ന പോലെ തന്നെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സ്ഥിതിഗതികൾ LDF-ന് അനുകൂലമായിരുന്നു. തുടർന്ന് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയകുമാരി ജയകുമാർ പ്രസിഡന്റ് മുമ്പാകെ സത്യപ്രതിജ്ഞയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കുമളി ഗ്രാമപഞ്ചായത്തിൽ UDF-ലെ ആൻസി ജെയിംസ് പുതിയ പ്രസിഡന്റായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ബിജു ദാനിയലാണ് വൈസ് പ്രസിഡന്റ്. ഇരുവർക്കും 15 വോട്ടുകൾ വീതം ലഭിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആൻസി ജെയിംസ് കുമളി പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. കുമളി വാർഡിൽ നിന്നും മത്സരിച്ച ആൻസി ജെയിംസും സ്പ്രിംഗ് വാർഡിൽ നിന്നും മത്സരിച്ച ഷീബ സുരേഷും വിജയിച്ചാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇവരെ തീരുമാനിച്ചിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷം DCCയുടെ തീരുമാനപ്രകാരമാണ് 2.5 വർഷത്തേക്ക് ഷീബ സുരേഷിനെയും 2.5 വർഷത്തേക്ക് ആൻസി ജെയിംസിനെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുമളി മണ്ഡലം പ്രസിഡന്റ് ബിജു ദാനിയലും തുടർന്ന് സൺസി മാത്യു 2.5 വർഷത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കും. സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരത്തിലെത്തിയ പ്രസിഡന്റ് ആൻസി ജെയിംസ് മണ്ഡലകാലത്തിൽ കുമളിയിലൂടെ കടന്നുപോകുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും ഇതുകൂടാതെ പഞ്ചായത്ത് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ച് കുമളിയിൽ സ്റ്റേഡിയത്തിനുള്ള ആലോചന തുടങ്ങുമെന്നും ആൻസി ജെയിംസ് പറഞ്ഞു. കടന്നുപോകുന്ന ശബരിമലയുടെ ഇടത്താവളമായ കുമളിയിൽ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഭരണസമിതിയുമായി ആലോചിച്ച് അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. നമുക്ക് ഒരു സ്റ്റേഡിയം ഇല്ല, കുമളിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേഡിയം എന്നത് കുമളി പഞ്ചായത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് പഞ്ചായത്ത് ഭരണസമിതിയുമായിട്ട് ആലോചിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കും. നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അധികാരത്തിലേറിയ പുതിയ ഭരണസമിതി ലക്ഷ്യം വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുമളി. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ശിവപ്രസാദ് തണ്ണിപ്പാറയും പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി മിനി ടോമിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരു പഞ്ചായത്തുകളിലും UDF-നാണ് ഭരണം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ശിവപ്രസാദ് തണ്ണിപ്പാറയാണ് കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ്. 17 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ ശിവപ്രസാദിന് 12 വോട്ടും LDF-ലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന CM ബാലകൃഷ്ണന് 5 വോട്ടുമാണ് ലഭിച്ചത്. താലൂക്ക് സപ്ലൈ ഓഫീസറായിരുന്നു വരണാധികാരി. പുതിയ പ്രസിഡന്റിന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കേരള കോൺഗ്രസ് എമ്മിലെ രേണുക ഗോപാലകൃഷ്ണനാണ് പുതിയ വൈസ് പ്രസിഡന്റ്. വിനീതയായിരുന്നു LDF-ന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി. 12-5 രേണുകയുടെയും വിജയം. പ്രസിഡന്റ് ശിവപ്രസാദിന് മുൻപാകെയാണ് രേണുക സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് ഇരുവർക്കും പാർട്ടി പ്രവർത്തകരും മുന്നണി നേതാക്കളും ചേർന്ന് സ്വീകരണം നൽകി. പഞ്ചായത്തിലെ 17 വാർഡുകളിലും ഭരണപ്രതിപക്ഷ അംഗങ്ങൾ എന്ന വ്യത്യാസമില്ലാതെ ഒരുപോലെയുള്ള വികസന പദ്ധതികളാണ് താൻ ലക്ഷ്യമിടുന്നതെന്ന് പുതിയ പ്രസിഡന്റ് ശിവപ്രസാദ് തണ്ണിപ്പാറ പറഞ്ഞു. കഴിഞ്ഞകാല UDF നടത്തിവെച്ച വികസന പ്രവർത്തനത്തിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ അത് മുന്നോട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ഈ 17 വാർഡിലും 17 മെമ്പർമാരെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഒരു ചരടിൽ കോർത്ത ഒരു വിത്തുമണി പോലെ ഞങ്ങൾ കാത്തുസൂക്ഷിച്ച് ഈ വികസന പ്രവർത്തനത്തിൻ്റെ പേരിലും ജനങ്ങളുടെ പേരിലും ഞങ്ങൾ ഉത്തരവാദിത്വമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ ഞാൻ വാക്കുകയാണ്.
ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മുന്നേറാനുണ്ട്. റോഡുകൾ, കുടിവെള്ളം, കാർഷിക മേഖലയിലെ വികസനം, മറ്റ് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ സമയബന്ധിതമായി കറക്റ്റായിട്ട് അതാത് വാർഡുകളിൽ സത്യസന്ധമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ ഈ 17 വാർഡിലെ പ്രവർത്തകർ ഒന്നിച്ചും എൻ്റെ നാട്ടുകാരോടും ഞാൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രവർത്തകരെ അവരുമായിട്ട് യോജിച്ചു കൊണ്ടുനിന്നുകൊണ്ട് ഈ 17 വാർഡിലും വികസന പരിപാടി എത്തിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു നൽകുകയാണ്. ജനങ്ങൾ തന്നിലേൽപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്ന് വൈസ് പ്രസിഡന്റ് രേണുക ഗോപാലകൃഷ്ണനും പ്രതികരിച്ചു. എനിക്ക് എന്ത് പറയണമെന്നും അറിയത്തില്ല. എന്നാൽ പോലും 5 വർഷം ഇവിടെ ഇരുന്നതിൻ്റെ ഒരു അനുഗ്രഹമായി ഇപ്പം ഞാൻ ഇത് കരുതുക. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിൽ മിനി ടോമിയാണ് പുതിയ പ്രസിഡന്റ്. LDFിലെ സരിത രാജേഷിനെ 5-നെതിരെ 9 വോട്ടുകൾക്കാണ് മിനി ടോമി പരാജയപ്പെടുത്തിയത്. വരണാധികാരിയായിരുന്ന ഉടുമ്പൻചോല അസിസ്റ്റന്റ് തഹസിൽദാർ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ S മോഹനനെ പരാജയപ്പെടുത്തി കേരള കോൺഗ്രസ് എമ്മിലെ ജോസുകുട്ടി വർക്കി വൈസ് പ്രസിഡന്റായി. 16 അംഗങ്ങളാണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇതിൽ 14 പേരാണ് വോട്ടിംഗിൽ പങ്കെടുത്തത്. BJPയുടെ ഒരംഗം വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. മകന്റെ മരണത്തെ തുടർന്ന് ഒരു UDF അംഗം തിരഞ്ഞെടുപ്പിന് എത്തിയിരുന്നില്ല. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും മുന്നണി പ്രവർത്തകർ സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വാണിജ്യ നികുതി വകുപ്പിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാനമൊട്ടാകെയുള്ള ഇരുമ്പ് വ്യാപാര സ്ഥാപനങ്ങളിലെ റെയ്ഡിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു റെയ്ഡ്. കട്ടപ്പന ഇടുക്കിക്കവലിയിൽ പ്രവർത്തിക്കുന്ന SN മെറ്റൽസിലാണ് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പുകൾ നൽകാതെ പരിശോധനയ്ക്കെത്തിയത്. 16 ദിവസം മുൻപെങ്കിലും കടകളിൽ നോട്ടീസ് നൽകാതെ പരിശോധന നടത്തുവാൻ വാറ്റ് നിയമത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് വ്യാപാരി നേതാക്കൾ കുറ്റപ്പെടുത്തി. കേരളമെമ്പാടും സ്റ്റീൽ വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിലാണ് വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളമെമ്പാടുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കടകളടച്ചിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും പുതിയ ഭരണസമിതി അധികാരമേറ്റ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുവാൻ ഉത്തരവിടുകയായിരുന്നെന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് പറഞ്ഞു. സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാ മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഓരോ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി എല്ലാ സംസ്ഥാനത്തെ മുഴുവൻ കടകളിൽ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഐറ്റങ്ങൾ വിൽക്കുന്ന മുഴുവൻ കടകളിലും പോലീസിനെ ഉപയോഗിച്ച് വ്യാപാരികളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി കേരളമൊട്ടാകെ റെയ്ഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾ ഒരു കാര്യം ഉറക്കെ ഗവൺമെൻറ്റിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യാപാരികൾ പരമാവധി സഹകരിക്കുന്നുണ്ട്. 16 ദിവസത്തെ നോട്ടീസ് കൊടുക്കാതെ വാറ്റ് നിയമത്തിൽ കടകളിൽ പരിശോധനയ്ക്ക് യാതൊരുവിധ വകുപ്പുമില്ല. പോലീസിൻ്റെ കായിക ബലം ഉപയോഗിച്ച് വ്യാപാരികളെ അടിച്ചമർത്താനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പണി കേരളത്തിൽ നടക്കുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഈ അവസരം പ്രത്യേകമായി വിനിയോഗിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഇതുപോലുള്ള നടപടികൾ അടുത്തുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷേധ പ്രകടനത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വിവിധ നേതാക്കളും കടയുടമകളും നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. വാറ്റ് നിയമപ്രകാരം മുൻകൂർ നോട്ടീസ് നൽകാതെയുള്ള കടപരിശോധനയ്ക്ക് വ്യവസ്ഥയില്ലെന്ന് തുടർന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യാപാരി നേതാക്കൾ പറഞ്ഞു. കൈക്കൂലിക്കും അഴിമതിക്കും കളമൊരുക്കാനായി ഉദ്യോഗസ്ഥർ നടത്തുന്ന നടപടിയെ എതിർക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ന് കട്ടപ്പന ഇടുക്കിക്കവലയിലുള്ള വ്യാപാര സ്ഥാപനത്തിൽ വൻ പോലീസ് അകമ്പടിയോടെ വാണിജ്യ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തിയത് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസൻ, യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ തടയുകയും കടകളടച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൈക്കൂലിക്കും അഴിമതിക്കും കളമൊരുക്കാനായി ഉദ്യോഗസ്ഥർ നടത്തുന്ന ഹീനമായ ഈ നടപടി തുടരാനാണ് ഭാവമെങ്കിൽ ശക്തമായി നേരിടുമെന്ന് വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരള ഗവൺമെന്റും വ്യാപാരികളും തമ്മിൽ കടകളിൽ പരിശോധനയില്ല എന്നുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. ഇത് ചില മേലുദ്യോഗസ്ഥന്മാർ, അതായത് ടാക്സ് കമ്മീഷണർമാർ
ഇപ്പോൾ രാജൻ കൊപ്പരകര എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ മുന്നിൽ കടന്നുകയറി അദ്ദേഹം സ്വന്തമായി നടത്തുന്ന ഒരു വീടും പരിപാടിയാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നത്. കേരളത്തിലെ വ്യാപാരി വ്യവസായി വ്യാപാര സമിതി കടപരിശോധന ഒരു കാലത്തും അനുവദിക്കുന്നില്ലെങ്കിൽ അത് 10 വർഷക്കാലമായി CV പത്മനാഭൻ ധനകാര്യ മന്ത്രിയായിരുന്നപ്പോൾ ഞങ്ങൾ സമരത്തിലൂടെ ആവശ്യപ്പെട്ട് കടപരിശോധന പാടില്ല, അത് വാക്കാൽ ഞങ്ങൾക്ക് അംഗീകരിച്ചു തന്ന് അത് തുടർന്നു പോവുകയാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗം 20-ാം തീയതി രാവിലെ 10:30 ഇടുക്കി ചെറുതോണിയിലെ ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KP ഹസൻ, യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് സെബാസ്റ്റ്യൻ, KP ബഷീർ, AH കുഞ്ഞുമോൻ, PU ദേവസ്യ, PK ജോഷി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ഹർത്താലുകൾക്കെതിരെ വിദ്യാർത്ഥികൾ. വാർത്ത ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. മുല്ലപ്പെരിയാർ ജലനിരപ്പ് 132 അടിയിലേക്ക് ഉയർന്നു. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. തമിഴ്നാട്ടിലെ കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട് ഇപ്പോൾ വെള്ളം കൊണ്ടുപോകുന്നില്ല. സ്വാഭാവികമായി പുറത്തേക്കൊഴുകുന്ന 511 ഘനയടി വെള്ളം മാത്രമാണ് തമിഴ്നാട് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ജലനിരപ്പ് ഇനിയും ഉയരാനാണ് സാധ്യത. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് 132 അടിയിലെത്തി. ഡാമിലേക്ക് സെക്കൻഡിൽ 1870 ഘനയടി വെള്ളമാണ് ഒഴുകിയെത്തുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാട് സെക്കൻഡിൽ 511 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഡാമിലെ ജലനിരപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 142 അടിയിലെത്തും. ന്യൂസ് ബ്യൂറോ, കുമളി. ഹർത്താലുകൾക്കെതിരെ പുളിയന്മല കാർമൽ CMI പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഹർത്താലിനോടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ച സജഷൻ ബോക്സിലൂടെയാണ് ഇവർ തങ്ങളുടെ നിലപാട് അറിയിച്ചത്. കട്ടപ്പന DYSP ഓഫീസിലെത്തി വിദ്യാർത്ഥികൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നൽകി. സ്കൂളിലെ 400ഓളം വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നാണ് ഹർത്താലുകൾ വേണ്ട എന്ന നിവേദനവുമായി കട്ടപ്പന DYSP ഓഫീസിലെത്തിയത്. പ്ലാക്കാർഡുകളും ബാനറുകളുമായി ജാഥയായി നീങ്ങിയാണ് കുട്ടികൾ ഓഫീസിലെത്തി നിവേദനം സമർപ്പിച്ചത്. അർത്ഥവും കാരണവും അറിയാതെ നടത്തപ്പെടുന്ന ഹർത്താലുകൾ കാര്യസാധ്യം എന്നതിലുപരി വെറും പ്രഹസനമായി മാറുകയാണ് എന്നാണ് കുട്ടികളുടെ വിലയിരുത്തൽ. രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, മനുഷ്യ സർഗാത്മകതയുടെ നഷ്ടം എന്നിവ സ്കൂൾ പ്രതിനിധികൾ സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ഒരുപാട് ക്ലാസുകൾ ഈ ഹർത്താൽ നടത്തുന്നതിലൂടെ നമുക്ക് നഷ്ടമാകുന്നു. ആ കാരണത്താൽ തന്നെ സ്പെഷ്യൽ ക്ലാസുകൾ എടുക്കാനും അതുപോലെ തന്നെ പോർഷൻ കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാനും ടീച്ചർമാർക്കും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കും സാധിക്കുന്നില്ല. അതിനാൽ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇതിനോട് യോജിക്കുന്നില്ല. ഹർത്താൽ വേണ്ട എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാഷണൽ ബന്ദ് അതുപോലുള്ള ബന്ധുകളൊക്കെ നടത്തുമ്പോൾ തന്നെ ഇത്രയധികം സംസ്ഥാനങ്ങളുള്ള ഭാരതത്തിലും കേരളത്തിൽ മാത്രമാണ് ഹർത്താൽ പൂർണ്ണമായി നടത്തപ്പെടുന്നത്. വേറെ ഒരു സംസ്ഥാനത്തിലും ഹർത്താൽ പൂർണ്ണമായി നടത്തപ്പെടുന്നില്ല. അതിനാൽ തന്നെ നമുക്ക് വ്യക്തമാണ് ഹർത്താൽ കൊണ്ട് ഒരു നേട്ടവും നമുക്ക് ലഭിക്കുന്നില്ല. കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ റോബിൻസ് കുന്നിമ്യാലിൽ, അക്കാദമിക് കോർഡിനേറ്റർ സിനി MA, കോർഡിനേറ്റർ അഗസ്റ്റിൻ ജോസഫ്, ബിനോയ് വർഗീസ് എന്നിവരും 20ഓളം മറ്റ് അധ്യാപകരും കുട്ടികൾക്കൊപ്പം ചേർന്നു. കേരള ഗവൺമെന്റ് തുടങ്ങിയിരിക്കുന്ന ഈ നവീന പദ്ധതി വഴി ഹർത്താലുകൾക്കെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സജഷൻ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാളുടെ ആവശ്യത്തിന് വേണ്ടി എന്തിന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുകൾ ബലിയാടാവണം? ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നിരവധി മാർഗങ്ങൾ നമുക്കുണ്ട്. അത് തങ്ങളുടെ അധികാരികളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അതിനു പകരം പൊതുജനത്തിന് ദോഷം ചെയ്തിട്ട് തങ്ങൾക്ക് തന്നെ ദോഷം വരുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാകുന്നത്. ജനഹിതത്തെ മാനിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ ശ്രദ്ധിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. സാധാരണ ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഹർത്താലുകൾ ഇനി നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് വിദ്യാർത്ഥികളുടെ ഓർമ്മപ്പെടുത്തൽ. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിച്ചിരിക്കുന്ന സജഷൻ ബോക്സ് വഴി ഹർത്താലിനെതിരെ പ്രതികരിക്കുവാനും കുട്ടികൾ സമൂഹത്തെ ആഹ്വാനം ചെയ്തു. സ്കൂൾ പാർലമെന്റ് അംഗങ്ങളായ ഡോണ മരിയ സണ്ണി, റോഹൻ C കുര്യൻ, അശ്വിൻ തോമസ്, ബ്ലസിൻ വർഗീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. കട്ടപ്പന നഗരസഭയുടെ ആദ്യത്തെയും അവസാനത്തെയും ടേമുകളിൽ ചെയർമാൻ പദവി കോൺഗ്രസിനും മധ്യ ടേമിൽ കേരള കോൺഗ്രസിനുമായി നൽകിക്കൊണ്ടാണ് UDFിൽ ധാരണ ഉണ്ടാക്കിയത്. KPCCയുടെയും ഇടുക്കി DCCയുടെയും തീരുമാനപ്രകാരമാണ് കോൺഗ്രസിന് ആദ്യ ചെയർമാൻ പദവി നൽകിയതെന്ന് UDF നേതാക്കൾ പറഞ്ഞു.
കട്ടപ്പന നഗരസഭയുടെ ഭരണം ഐക്യജനാധിപത്യ മുന്നണി കൈക്കലാക്കിയെങ്കിലും ഭരണം നടക്കുന്നത് ടേമുകളായാണ്. കട്ടപ്പന നഗരസഭയുടെ ചെയർമാൻ പദവിയിൽ ആദ്യത്തെയും അവസാനത്തെയും ടേമുകൾ കോൺഗ്രസിനും ഇടയ്ക്കത്തെ ടേം കേരള കോൺഗ്രസിനുമാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ വൈസ് ചെയർപേഴ്സൺ പദവി ആദ്യത്തെയും അവസാനത്തെയും ടേമുകൾ കേരള കോൺഗ്രസിനും ഇടയ്ക്കത്തേത് കോൺഗ്രസിനുമാണ്. KPCCയുടെ നിർദ്ദേശത്തിന്റെയും DCCയുടെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിലെ നേതാവിന് തന്നെ ആദ്യം നഗരസഭയുടെ ഭരണം നൽകിയതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പുരുന്നോലിയും കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TJ ജേക്കബും പറഞ്ഞു. 17-ാം തീയതി ഇടുക്കി DCC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വെച്ച് കട്ടപ്പന നഗരസഭാ കൗൺസിലിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായി ശ്രീ ജോണി കുളമ്പള്ളിയെയും ഉപനേതാവായി ശ്രീ സിബി ബാറപ്പായിയെയും പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായി ശ്രീ തോമസ് മൈക്കിളിനെയും പാർലമെന്ററി പാർട്ടി വിപ്പായി ശ്രീ മനോജ് മുരളിയെയും ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയുണ്ടായി. KPCCയുടെ നിർദ്ദേശാനുസരണം ശ്രമം കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ് സ്വാഭാവികമായും ചെയർമാൻ സ്ഥാനത്തേക്കോ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ മത്സരിക്കുക എന്നുള്ളതുകൊണ്ട് ശ്രീ ജോണി കുളമ്പള്ളിയെ കട്ടപ്പന നഗരസഭാ കൗൺസിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നതിന് തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി പാർട്ടി ലീഡറായി ആദ്യമേ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോണി കുളമ്പള്ളി കട്ടപ്പന നഗരസഭാ ചെയർമാനായി UDFിൻ്റെ പിന്തുണയോടുകൂടി 18-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്നലെ കേരള കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കൂടിയുണ്ടായി. പാർലമെന്ററി പാർട്ടി ലീഡറായി അഡ്വക്കേറ്റ് മനോജ് M. തോമസിനെയും ഡെപ്യൂട്ടി ലീഡറായി ശ്രീമതി ലൂസി ജോയിയെയും വിപ്പായി ശ്രീ ബെന്നി കല്ലൂപ്പുരത്തെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കുകയുണ്ടായി. UDFിൻ്റെ ജില്ലാ നേതൃത്വ തീരുമാനമനുസരിച്ച് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണം ആദ്യ ടേം ബഹുമാന്യനായ ശ്രീ ജോണി കുളമ്പള്ളിയും അതിനുശേഷം 1.5 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ് M. തോമസും അതിനുശേഷമുള്ള 1.25 വർഷം കോൺഗ്രസിൻ്റെ പ്രതിനിധിയുമായിരിക്കും ഈ നഗരസഭയ്ക്ക് ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി പാർലമെന്ററി പാർട്ടി ലീഡറായി അഡ്വക്കേറ്റ് മനോജ് M. തോമസിനെയും പാർട്ടി ലീഡറായി ലൂസി ജോയിയെയും വിപ്പായി ബെന്നി കല്ലൂപ്പുരത്തിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും TJ ജേക്കബ് പറഞ്ഞു. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായി 1.25 വർഷം ബഹുമാനിയായ ബിജി സജി വാലിമേൽ വള്ളക്കടവിൽ നിന്നുള്ള കൗൺസിലർ, അവരാണ് മുനിസിപ്പാലിറ്റിയുടെ പ്രഥമ വൈസ് ചെയർപേഴ്സൺ. അതിനുശേഷം അവസാന 1.25 വർഷം പാർട്ടിയുടെ നിയോജകമണ്ഡലം സെക്രട്ടറി ശ്രീ ജോയി ഞാവള്ളിക്കുന്നലിൻ്റെ ഭാര്യ ശ്രീമതി ലൂസി ജോയി മേട്ടുക്കുഴി വാർഡിൽ നിന്നുള്ള പ്രതിനിധിയായിരിക്കും ഈ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ. 17-ാം തീയതി ഇടുക്കി DCC ഓഫീസിൽ നടന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ ലീഡറായി ജോണി കുളമ്പള്ളിയെയും ഉപനേതാവായി സിബി ബാറപ്പായിയെയും സെക്രട്ടറിയായി തോമസ് മൈക്കിളിനെയും വിപ്പായി മനോജ് മുരളിയെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി പുരുന്നോലിയും പറഞ്ഞു. കോൺഗ്രസിൻ്റെ ആള് ചെയർമാനായിരിക്കുന്ന സന്ദർഭത്തിൽ കേരള കോൺഗ്രസിൻ്റെ ആളിന് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ 2 ഘട്ടങ്ങളിലായി ഒന്ന് ജോണി കുളമ്പള്ളിയുടെ കാലഘട്ടത്തിലും അവസാനം ശ്രീ ജോയി വെട്ടിക്കുഴിയുടെ കാലഘട്ടത്തിലും വരുന്ന ആ പീരിയഡുകളിൽ കേരള കോൺഗ്രസിൻ്റെ ആളായിരിക്കും വൈസ് ചെയർമാൻ. അവരുടെ പാർലമെന്ററി പാർട്ടി കൂടി ശ്രീമതി ബിന്ദു സെബാസ്റ്റ്യനെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും അങ്ങനെ കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അംഗങ്ങളടങ്ങുന്ന UDFിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ശ്രീ ജോണി കുളമ്പള്ളിയുടെ പേര് ചെയർമാൻ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും പിന്താങ്ങുകയും ചെയ്യുന്നതിനും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.
കുമളിയിൽ തുടർച്ചയായി നടന്നുവന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. കുമളി ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നാണ് ഇവർ പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കുമളി മലബാർ ചിപ്സിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ കുമളിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രാജേന്ദ്രമുത്തുവിന്റെ മകൻ രാജേഷ്, ഗൂഡല്ലൂർ സ്വദേശി മുരുകന്റെ മകൻ സേതുമാധവൻ എന്ന് വിളിക്കുന്ന ജ്യോതി എന്നിവരെയാണ് കുമളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജ്യോതി മിലിറ്ററി സെലക്ഷൻ കഴിഞ്ഞ് ജോലിക്ക് കാത്തിരിക്കുന്ന യുവാവാണ്. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് സുഹൃത്തായ രാജേഷിനെയും കൂട്ടിച്ചേർത്ത് മോഷണം നടത്തുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെ കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രതികളെ പിടികൂടി. ഇവരുടെ പക്കൽ നിന്നും 8000 രൂപയും മോഷ്ടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. മലബാർ ചിപ്സ് എന്ന് പറഞ്ഞ റോയി എന്ന് പറഞ്ഞ ആളുടെ കടയിൽ നിന്നും മിനിഞ്ഞാന്ന് രാത്രി ഒരു 12 മണിക്ക് ശേഷം വെളുപ്പിന് 4 മണിക്ക് മുന്നായിട്ട് മോഷണം നടന്നതായിട്ട് വിവരം കിട്ടി. ഇന്ന് ഉച്ചയോടുകൂടി ജ്യോതി എന്ന് വിളിക്കുന്ന ഒരു പയ്യനും സേതുമാധവൻ ജ്യോതി എന്ന് വിളിക്കുന്ന സേതുമാധവൻ, രാജേഷ് എന്നീ 2 പയ്യന്മാരെ സന്തോഷ് എന്ന് പറയുന്ന ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ സഹായിയായിട്ട് നിൽക്കുന്ന ആളെ തള്ളിയിട്ടതായിട്ടൊരു വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടിയമാരെ പറ്റി അന്വേഷിച്ചതിൽ ഇന്ന് ഉച്ചയോടുകൂടി കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ച് ടിയമാരെ വിളിച്ച് ചോദിച്ചതിൽ ഞങ്ങളാണ് ഈ സംഭവം നടത്തിയതെന്ന് പറയുകയും ടിയമാര് സ്ഥലവും ഇതിന് ഉപയോഗിച്ച ആയുധങ്ങളും കാണിച്ചു തരികയും ഇതിൽ ജ്യോതിയുടെ വീട്ടിൽ മോഷ്ടിച്ച രൂപയും 8000 രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് കാണിച്ചു തരികയും ടിയമാരെ അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ബഹുമാനപ്പെട്ട പീരുമേട് കോടതിയിൽ ഹാജരാക്കി. SI ജോർജ് ജോൺ, ASI റോയ്മോൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുബേർ, ജോബിൻ ജോസ്, ജിജി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. മോഷണം നടത്തിയ വ്യാപാര സ്ഥാപനത്തിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, കുമളി. MM മണി ഉൾപ്പെട്ട അഞ്ചേരി ബേബി വധക്കേസിന്റെ പുനരന്വേഷണ കുറ്റപത്രം നെടുങ്കണ്ടം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം എത്രയും വേഗം പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ട് ബേബിയുടെ കുടുംബാംഗങ്ങൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അഞ്ചേരി ബേബിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ബന്ധുക്കൾ ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിന്റെ കുറ്റപത്രമാണ് ഇന്നലെ സമർപ്പിച്ചത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിലെ DYSP സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഉടുമ്പൻചോല മാട്ടുതാവളം കരുണാകരൻ കോളനിയിൽ കൈനകരി കുട്ടൻ എന്ന കുട്ടപ്പൻ, CPM മുൻ ജില്ലാ സെക്രട്ടറി MM മണി, NRCT CPM ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന OG മദനൻ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 2012 നവംബറിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് 2 മാസത്തോളം റിമാൻഡിൽ അയച്ചിരുന്നു. ബേബി വധത്തിലെ ഗൂഢാലോചന കേസിലാണ് MM മണിയെ അറസ്റ്റ് ചെയ്തത്. 1982 നവംബർ 13-നാണ് അഞ്ചേരി ബേബി കൊല്ലപ്പെട്ടത്. അന്ന് പ്രതിപട്ടികയിലുണ്ടായിരുന്ന 9 പേരെയും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. എതിരാളികളെ പട്ടിക തയ്യാറാക്കി വകവരുത്തിയെന്ന MM മണി 2012 മെയ് 25-ന് മണക്കാട്ട് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ബേബി വധക്കേസിൽ ആദ്യം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 9 പേരിൽ ഒരാളായ CPM മുൻ ഏരിയ സെക്രട്ടറി മോഹൻദാസ് അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പുനരന്വേഷണവും അറസ്റ്റും നടന്നത്. ബേബിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കുട്ടൻ നേരിട്ട് പങ്കെടുത്തുവെന്നും കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. ത്രിതല പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തു. കൊച്ചി ത്രേസ്യ പൗലോസ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, മാത്യു ജോൺ വൈസ് പ്രസിഡന്റ്. കട്ടപ്പനയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വാണിജ്യനീതി വകുപ്പിന്റെ മിന്നൽ പരിശോധന. സംസ്ഥാനമൊട്ടാകെയുള്ള പരിശോധനയുടെ ഭാഗമായി വൻ പോലീസ് സന്നാഹത്തോടെയാണ് പരിശോധന നടത്തിയത്. ഹർത്താലുകൾക്കെതിരെ വിദ്യാർത്ഥികൾ. ഹർത്താലിനോടുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനുകളിലെത്തി അഭിപ്രായങ്ങൾ ഇവർ എഴുതി നൽകും. കുമളിയിൽ തുടർച്ചയായി നടന്നുവന്ന മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് 2 പേരെ അറസ്റ്റ് ചെയ്തു. കുമളി ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നുമാണ് കുമളി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കേരള വിഷൻ ഇടുക്കി നെറ്റിന്റെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.